എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NUS+2 വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ. നമ്മൾ 2025 ഒക്ടോബറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിൽ സോഷ്യോളജി എന്ന് പറയുന്ന ഹിസ്റ്ററി നമ്മൾ ഡിസ്കസ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീഡിയോ വരുന്നതാണ്. പൊളിറ്റിക്കൽ സയൻസ്, മലയാളം, ഇത് രണ്ടും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇന്ന് നമ്മൾ സോഷ്യോളജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യോളജി ഇപ്പോൾ കഴിഞ്ഞ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാണ്? സെക്ഷൻ എയിൽ നിന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ദി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ബേസ്ഡ് ഇറ്റ് സെൽഫ് ഓൺ ആൻ അനാലിസിസ് ഓഫ് ഡാഷ്. അതായത് ഹിസ്റ്ററി ഏതിനെ ബേസ്ഡ് ഇറ്റ് സെൽഫ് ഓൺ ആൻ അനാലിസിസ്, ഹിസ്റ്ററി ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് നമ്മൾ അതിനെ ഒരു വിലയിരുത്തൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതാണ്. ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്കണോമിക്സ് സ്റ്റഡീസ് ദി ആസ്പെക്ട്സ് ഓഫ്. എക്കണോമിക്സ് എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? അവിടെ 4 ഓപ്ഷൻ ഉണ്ട്. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്, പിന്നെ ഓൾ ഓഫ് ദി എബോവ് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം എന്നാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എക്സ്ചേഞ്ചും എല്ലാം. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മാച്ചസ് ടു വില്ലേജ് ലൈഫ്. താഴെ പറയുന്നവയിൽ ഏതാണ് വില്ലേജ് ലൈഫ് അതുമായിട്ട് ചേർന്ന് വരുന്നത് എന്നാണ്. ഇൻഡിവിജ്വലിസം ആണോ, അർബൻ ഓറിയൻറ്റഡ് ആണോ, ഗ്രൂപ്പ് ഫീലിംഗ് ആണോ, ടെക്നോസെൻട്രിക് ആണോ എന്നാണ്. അതായത് വില്ലേജ് ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെയുള്ളതാണ്? കൂട്ടായ്മയാണല്ലേ, എല്ലാവരും ഒത്തുചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതം. അപ്പോൾ ഗ്രൂപ്പ് ഫീലിംഗ്, ഓപ്ഷൻ സി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. വിച്ച് ഓഫ് ദി ഫോളോയിങ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഈസ് ആൻ എലിമെൻറ്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരുന്ന ഒരു എലിമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ സി ആണ്. എന്താണ്? ഡെഫിനിറ്റ് ലൊക്കാലിറ്റി എന്നുള്ളതാണ്. ഡെഫിനിറ്റ് ലൊക്കാലിറ്റിയാണ് അതിലെ കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് എ ടെറിട്ടോറിയൽ ബേസിസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ടെറിട്ടോറിയൽ ബേസിസിൽ വരുന്നത് എന്നാണ് അഞ്ചാമത്തേത്. ഓപ്ഷൻ ബി, കമ്മ്യൂണിറ്റിയാണ്, കമ്മ്യൂണിറ്റി. ആറാമത്തെ ക്വസ്റ്റ്യൻ, എൻഡോഗമി ഈസ് എ കസ്റ്റം ദാറ്റ് റിക്വയർസ് മാരേജ് വിതിൻ വിച്ച് കാസ്റ്റ് ഓർ ഗ്രൂപ്പ്. എൻഡോഗമി, എക്സോഗമി നമ്മൾ പഠിച്ചതാണ്, സ്വഗണ വിവാഹം അല്ലേ. അത് ഒരു കസ്റ്റം, ആചാര രീതിയാണ്. എങ്ങനത്തെ വിവാഹത്തെയാണ് അത് പ്രോത്സാഹിപ്പിക്കുന്നത്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വൺസ് ഓൺ ഗ്രൂപ്പ്, സ്വന്തം അവരവരുടേതായിട്ടുള്ള ഗ്രൂപ്പിൽ നിന്നുള്ള വിവാഹം, ഓപ്ഷൻ ബി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ് ഹാസ് ലെഡ് ടു. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ താഴുക, അല്ലെങ്കിൽ അധപ്പതിക്കുക, അല്ലെങ്കിൽ കുറഞ്ഞു വരിക. ഇൻ ഡെത്ത് റേറ്റ്, മരണനിരക്ക്. ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ് ഹാസ് ലെഡ് ടു, ഏത് ലെഡ് ചെയ്യുമ്പോഴത്തേക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടുത്തെ കറക്റ്റ് ആൻസർ എ ആണ്. എന്താണ്? ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ. ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ് ഹാസ് ലെഡ് ടു ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അക്ബർ, വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ മുഗൾ എംപറേഴ്സ്, പ്രൊപ്പഗേറ്റഡ് ദി കോൺസെപ്റ്റ് ഓഫ് വിച്ച് സ്റ്റേറ്റ് റിലീജിയൻ. അവിടെ ചോദിച്ചിരിക്കുന്നത് അക്ബർ സ്ഥാപിച്ച മതമാണ്, അറിയാലോ. ഓപ്ഷൻ സി ആണ്, ദിൻ ഇല്ലാഹി. ഓപ്ഷൻ സി, ദിൻ ഇല്ലാഹി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ത്രേതായുഗ് ദി ജേതാവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജേതാവ്സ് വെയർ ഡാഷ്. അതായത് ത്രേതായുഗത്തിൽ ജേതാക്കന്മാർ, ജേതാവ് എന്ന് പറയുന്നത് ആരെയാണ് പറഞ്ഞിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതാരാണ്? ക്ഷത്രിയന്മാർ. ഓപ്ഷൻ ബി, ക്ഷത്രിയാസ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, സൊറാസ്ട്രിയനിസം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഏൻഷ്യൻ ലിവിങ് റിലീജിയൻസ് വിത്ത് എ ഹിസ്റ്ററി ഓഫ്. എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നാണ് സൊറാസ്ട്രിയനിസത്തിന്? 4000. ഓപ്ഷൻ സി ആണ്, 4000 years.
11 ബുദ്ധിസം അക്വേർഡ് എ ഡൊമിനൻറ്റ് പൊസിഷൻ ഇൻ ഇന്ത്യ അണ്ടർ ദി റൂൾ ഓഫ്. ബുദ്ധിസം ഇന്ത്യയിൽ ആരുടെ ഭരണകാലത്താണ് അതിൻ്റെ ഒരു ഡൊമിനൻറ്റ് പൊസിഷൻ, ആധിപത്യ പദവിയിലേക്ക് എത്തിച്ചേർന്നത്? നമുക്കത് അറിയാം. ആരുടെ കാലത്താണ്? അശോക ചക്രവർത്തിയുടെ, എംപറർ അശോക. ഓപ്ഷൻ എ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നിങ്ങളോടൊരു കാര്യം ഓർമ്മിപ്പിക്കാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒത്തിരി കുട്ടികൾ കാണുന്നുണ്ട് വീഡിയോ, ഒത്തിരി പേര് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഒരു നല്ല വാക്ക് പോലും അവരിൽ നിന്ന് വരുന്നില്ല. മനസ്സിലായില്ലേ? അത് നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു ടീച്ചർ നമുക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് നല്ല വാക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ടീച്ചറെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും NIOS 10ാം ക്ലാസ്സോ +2 ട്യൂഷൻ ആയാലും അഡ്മിഷൻ എടുത്ത് പഠിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിലും നമ്മുടെ നമ്പർ ഉണ്ടാവും. ടീച്ചറിൻ്റെ നമ്പർ കൊടുക്കുക, അഡ്മിഷൻ നമ്മളെടുത്ത് തന്നെ എടുക്കാനായിട്ട് പറയുക. അതുപോലെ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുന്നവർക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഗൈഡ് വേണമെങ്കിൽ നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സിൽ എത്തിക്കുന്നതാണ്. ഓക്കെ, NIOSുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് AD ദ കിങ് ഓഫ് കൊച്ചിൻ ഗേവ് ദ ജ്യൂസ് ദ റൈറ്റ് ടു ലീവ് ആൻഡ് എൻജോയ് പ്രിവിലേജസ്? ഇൻ വിച്ച് AD, ഏത് ADയിലാണ് കൊച്ചി രാജാവ് കിങ് ഓഫ് കൊച്ചിൻ ഗേവ് ദ ജൂതന്മാർക്ക് ജ്യൂസിന് ദ റൈറ്റ് ടു ലീവ്, ജീവിക്കാനും അവരുടെ പ്രിവിലേജ് എൻജോയ് ചെയ്യാനുമുള്ള ഒരു അധികാരം കൊടുത്തത് അല്ലെങ്കിൽ നൽകിയത് ഏത് നൂറ്റാണ്ടിലാണ്, ഏത് ADയിലാണ് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ 1025 എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, 1025 AD. 13ാമത്തെ ക്വസ്റ്റ്യൻ. 6 ആർ ദി ഡിസിപ്പിൾസ് ഓഫ്. സിഖുകാരെന്ന് പറയുന്നത് ആരുടെ അനുയായികളാണ്, അല്ലെങ്കിൽ അവർക്ക് എത്ര, നമ്മൾ പറയില്ലേ സിഖുകാർക്ക് എത്ര ഡിസിപ്പിൾസ് ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10 ഗുരു ആണ്. അവർക്ക് എത്രയാണ്? B ആണ്. എത്രയാണ് അവരുടെ ഡിസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 10 ഗുരുസ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ദി നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് ചിൽഡ്രൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 ഇയേഴ്സ് ഇൻ അവർ കൺട്രി ഈസ്. നമ്മുടെ രാജ്യത്ത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നിരക്ഷരരായിട്ടുള്ള കുട്ടികൾ അവരുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണെന്നാണ്? ഓപ്ഷൻ സി ആണ്, 6 crores ആണ്, 6 crores. നെക്സ്റ്റ് 15ാമത്തേത്. ദി ഫോളോവേഴ്സ് ഓഫ് ജൂതായിസം ആർ റെഫേർഡ് ടു ആസ്. ജൂതായിസത്തിൻ്റെ ഫോളോവേഴ്സ് അതിന് പറയുന്നത് എന്താണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ. ജ്യൂസ് എന്നാണ്. ഡി ഓപ്ഷൻ ഡി ആണ്. ദി ഫോളോവേഴ്സ് ഓഫ് ജൂതായിസം ആർ റെഫേർഡ് ടു ആസ് ജ്യൂസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ വാസ് ദി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് ഡിക്ലെയർഡ്? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ അല്ലേ, തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ഒരു ആക്ട് ഡിക്ലെയർ ചെയ്ത വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1955. വർഷങ്ങൾ ഓർത്ത് വയ്ക്കുക, ഒത്തിരി വർഷങ്ങൾ ചോദിക്കുന്നുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ദി സന്താൾ റിവോൾട്ട്, അറിയാലോ സാന്താൾ കലാപം, ഓഫ് ചോട്ടാ നാഗ്പൂർ ഇൻ ബീഹാർ ടുക്ക് പ്ലേസ് എന്നാണ്? ഇവിടെ ബീഹാറിൽ സാന്താൾ റിവോൾട്ട് നടന്നത് എന്നാണ്? 1855. ഓപ്ഷൻ സി ആണ്, 1855. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അതും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഡാഷ് ഈസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ് ഓർ ബിഹേവിയർ. എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ്, കാര്യങ്ങൾ ചെയ്യുന്നതിനും പെരുമാറ്റ മാതൃകയ്ക്കുമൊക്കെയുള്ള അതിന് താഴെ പറയുന്നവയിൽ ഏതാണ് അതിന് വേണ്ടിയിട്ടുള്ളത് എന്നാണ് ആ ക്വസ്റ്റ്യൻ. ഏതാണ് അവിടെ വരുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത് കിടക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ് ഓർ ബിഹേവിയർ. ബി നോക്കിയേ. എ ഫാമിലി ഓഫ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് അൺമാരീഡ് ചിൽഡ്രൻ ഈസ് നോൺ ആസ് ഡാഷ് ഫാമിലി. ഒരു കുടുംബം, അതായത് ഹസ്ബൻഡ്, വൈഫ്, അൺമാരീഡ് ചിൽഡ്രൻ, അവരെല്ലാവരും കൂടി താമസിക്കുന്ന അതിന് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്താണത്? ന്യൂക്ലിയർ ഫാമിലിയാണ്. എ ഫാമിലി ഓഫ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് അൺമാരീഡ് ചിൽഡ്രൻ ഈസ് നോൺ ആസ് എ ന്യൂക്ലിയർ ഫാമിലി. 19ാമത്തെ ക്വസ്റ്റ്യൻ.
അതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 1 മാർക്ക് വീതമാണ്. എ നോക്കാം. ട്രഡീഷണൽ സൊസൈറ്റി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡാഷ് ലേബർ. ട്രഡീഷണൽ സൊസൈറ്റി അതിൻ്റെ സവിശേഷത മെക്കാനിസ്ഡ് ആണോ, മാനുവൽ ആണോ, ഹ്യൂമൺ ആണോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടുത്തെ ആൻസർ മാനുവൽ എന്നുള്ളതാണ് രണ്ടാമത് കിടക്കുന്നത്. ട്രഡീഷണൽ സൊസൈറ്റി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ മാനുവൽ ലേബർ. ബി നോക്കിയേ. എലക്ഷൻസ് ഇൻകുൽക്കേറ്റ് സെൻസ് ഓഫ് ഡാഷ് എമോങ് ദി സിറ്റിസൺസ്. അവിടെ എന്താണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്? റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുപോലെ കംപ്ലേസൻസ് ഉണ്ട്, അവയർനെസ് എന്നും ഉണ്ട്. അതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി, രണ്ടാമത് കിടക്കുന്നതാണ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് വൺ വേർഡ് എന്നുള്ളതാണ്. എ വുമൺ മാരീസ് മെൻ ഹൂ ആർ ബ്രദേഴ്സ്. ദിസ് പ്രാക്ടീസ് ഈസ് കോൾഡ്. അതായത് ഒരു സ്ത്രീ സഹോദരന്മാരായിട്ടുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നത്. ഒരു സ്ത്രീ സ്വന്തം സഹോദരന്മാരെന്നല്ല, എന്താന്ന് പറയാ, 2 പുരുഷന്മാർ, അതായത് സഹോദരങ്ങളായ 2 പുരുഷന്മാരെ ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്ന ആ രീതിക്ക് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രറ്റേണൽ പോളിയൻട്രി എന്നാണ്. FRATERNAL ഫ്രറ്റേണൽ പോളിയൻട്രി. നെക്സ്റ്റ് അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ marital relation which is prohibited between father and daughter, mother and son, brother and sister is known as. അതായത് marital relation വൈവാഹിക ബന്ധം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത്, നിരോധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തത് ആരൊക്കെയാണ്? അച്ഛനും മകളും, അമ്മയും മകനും, സഹോദരനും സഹോദരിയും വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ആ രീതിക്ക് പറയുന്ന പേര് ഇൻസെസ്റ്റ് ടാബു എന്നാണ്. INCEST ഇൻസെസ്റ്റ് TABOO ടാബു, ഇൻസെസ്റ്റ് ടാബു എന്നാണ് ആ രീതിക്ക് പറയുന്നത്. സി എന്തുവാണ്? ദി മാരേജ് ഇൻ വിച്ച് എ ബോയ് ഫ്രം ലോവർ കാസ്റ്റ് മാരീസ് എ ഗേൾ ഓഫ് ഹയർ കാസ്റ്റ് ഈസ് നോൺ ആസ് ഡാഷ്. എ മാരേജ് ഇൻ വിച്ച് എ ബോയ് ഫ്രം ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതിയിലുള്ള പുരുഷൻ അല്ലെങ്കിൽ ബോയ് ഉയർന്ന ജാതിയിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് പറയുന്ന പേര് ഹൈപ്പർഗമി എന്നാണ്. HYPERGAMY ഹൈപ്പർഗമി. അതിൽ ഡി നോക്കാം. ദി ടേം ഡാഷ് ഡിസ്ക്രൈബ്സ് എ പേഴ്സൺസ് ബിലറ്ററൽ സെറ്റ് ഓഫ് റിലേറ്റീവ്സ്. അതായത് ഒരാളുടെ 2 വശത്തുമുള്ള ബന്ധുക്കളും അതിന് പറയുന്ന പേരാണ് എന്തെന്നാണ്? കിൻഡ്രഡ്. KINDRED കിൻഡ്രഡ്. ദ ടേം കിൻഡ്രഡ് ഡിസ്ക്രൈബ്സ് എ പേഴ്സൺസ് ബിലറ്ററൽ സെറ്റ് ഓഫ് റിലേറ്റീവ്സ്. ഈ എന്താണ്? ദ കിൻഷിപ്പ് യൂസേജ് ഇൻ വിച്ച് 2 കിൻസ്മെൻ ഡു നോട്ട് അഡ്രസ് ഈച്ച് അതർ ഡിറക്റ്റ്ലി ഈസ് കോൾഡ് ഡാഷ്. അതായത് 2 ബന്ധുക്കൾ പരസ്പരം നേരിട്ട് അഭിസംബോധന ചെയ്യാത്ത ആ ബന്ധരീതിക്ക് പറയുന്ന പേര് അവോയ്ഡൻസ് എന്നാണ്. AVOIDANCE അവോയ്ഡൻസ്. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ്. ഡൊമസ്റ്റിക് വയലൻസ് ഓൺ വിമൻ ഈസ് എബോവ് കാസ്റ്റ്. ഡൊമസ്റ്റിക് വയലൻസ് ഓൺ വിമൻ ഈസ് എബോവ് കാസ്റ്റ്. അതിൽ കറക്റ്റ് ട്രൂ ആണ് ആ പറഞ്ഞിരിക്കുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനം, വീടിനകത്തുണ്ടാകുന്ന ഗാർഹിക പീഡനം സ്ത്രീകൾക്കുണ്ടാകുന്നത് അത് ജാതിക്കുമൊക്കെ മുകളിലാണ്, അതീതമാണ്. അത് ശരിയാണ്, കറക്റ്റ് ആൻസറാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ തന്നെയുള്ളത് ബി നോക്കാം. ഡോട്ടേഴ്സ് എൻജോയ് ദി ഇൻഹെറിറ്റൻസ് ആൻഡ് സക്സഷൻ റൈറ്റ്സ് ഇൻ പാറ്റർനൽ ഫാമിലി. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫോൾസ്. അത് തെറ്റാണ്. കറക്റ്റ് അത് ആൻസർ ഫാൾസ് ആണ്. 22ാമത്തെ ക്വസ്റ്റ്യനും എന്താണ്? ട്രൂ ഓർ ഫോൾസ് തന്നെയാണ്. സോഷ്യോളജിസ്റ്റ് കളക്ട് ദെയർ ഡേറ്റ ഫ്രോം ആർച്ചീവ്സ്. അത് ട്രൂ ആണ്. ഓപ്ഷൻ ബി നോക്കാം. സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ സയൻസ്. അതും ട്രൂ ആണ്, ശരിയാണ്. സി പൊളിറ്റിക്കൽ സയൻസ് കണ്ടക്ട്സ് എ സ്റ്റഡി ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. പൊളിറ്റിക്കൽ സയൻസ് ഒരിക്കലും ഹ്യൂമൻ സൊസൈറ്റി സ്ഥാപനങ്ങളെക്കുറിച്ചല്ല പഠിക്കുന്നത്, ഗവൺമെൻറ്, പൊളിറ്റിക്കൽ പാർട്ടി അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്, ഫോൾസ് ആണേ. 22. നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദ കോളം അല്ലേ? അതെ.
കറക്റ്റ്. 23-ാമത്തേത് അതിൽ DINK ഡിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിൽ മൂന്നാമത് കിടക്കുന്നതാണ്. എംപ്ലോയിഡ് കപ്പിൾസ് ഹൂ ഹാവ് നോ ചിൽഡ്രൻ എന്നുള്ളതാണ് എക്ക് കറക്റ്റ് ആൻസർ. ബി അതോറിറ്റി, അതിനുള്ള കറക്റ്റ് ആൻസർ ഏതാണ്? നാലാമത് കിടക്കുന്നതാണ്. വെൻ ദ പവർ ഈസ് ലെജിറ്റിമേറ്റ്. സി എന്താണ്? കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി. അതിന് കറക്റ്റ് വരുന്നത് ആദ്യം കിടക്കുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ക്ലാസ്ലെസ്നെസ്. നെക്സ്റ്റ് ലാസ്റ്റ് ഡി ഈഗോ. അതിന് ഏത് വരും? എ പേഴ്സൺ ഹൂ ഈസ് ദി ബേസിക് പോയിൻ്റ് ഓഫ് റെഫറൻസ്. ഇപ്പുറത്തെ സൈഡിൽ രണ്ടാമത് കിടക്കുന്നതാണ് അതിന് കറക്റ്റ് ആൻസർ. ഓക്കെ. 24-ാമത്തത് നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഒരു പാസേജ് തരുന്നു, അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, 4 മാർക്കാണ്. അത് ഇത് തന്നെ ചോദിക്കണമെന്നില്ല, അത് മാറി എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. നിങ്ങളത് വായിച്ച് നോക്കിയിട്ട് ശരിയെന്ന് തോന്നുന്ന പാർട്ട് എടുത്ത് അവിടെ എഴുതിയാൽ മതി. ഓക്കെ. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ ദി ഫോളോവിങ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. അതായത് കാരണവും തന്നേക്കും, ഒരു പ്രസ്താവന തരും, അതിനുള്ള കാരണം തരും. അത് നമ്മൾ ആ പ്രസ്താവനയും കാരണവും ഒത്തുവരുന്ന ഓപ്ഷൻ ഏതാണോ അതാണ് ആൻസറായിട്ട് എഴുതാനുള്ളത്. നോക്കാം. ഒന്നാമത്തെ എന്താണ്? ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ പറയുന്ന പ്രസ്താവന അതിന് കറക്റ്റ് ഓപ്ഷനാണ്. ദി റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റീസ് ഹാവ് എ കണ്ടിന്യൂസ് ഇൻറ്ററാക്ഷൻ എമോങ് ദം. റൂറൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാമം, അർബൻ നഗരം. ഗ്രാമത്തിലെയും നഗരങ്ങളിലെയും സാമൂഹിക ജീവിതം അല്ലെങ്കിൽ സൊസൈറ്റി സമൂഹം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ഇൻറ്ററാക്ഷൻ എമോങ് ദം, ജനങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിന് വരുന്ന റീസൺ നോക്കിയേ. കണ്ടിന്യൂസ് ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ബൈ ബോത്ത് ദി കമ്മ്യൂണിറ്റീസ്. കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ, മുഖാമുഖ ബന്ധങ്ങൾ അല്ലെങ്കിൽ മുഖാമുഖ സംഭാഷണങ്ങളോ സഹകരണമോ 2 കമ്മ്യൂണിറ്റിയിലും ഉണ്ടാകുന്നു. അതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഏതാണ് കറക്റ്റ് എന്നാണ്. അതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഓപ്ഷൻ എയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ഈസ് ട്രൂ. എ ഈസ് ട്രൂ എന്ന് പറയുമ്പോൾ ഗ്രാമത്തിലെയും നഗരത്തിലെയും ആളുകൾ കണ്ടിന്യൂസ് ഇൻറ്ററാക്ഷൻ അത് കറക്റ്റ് ആണെന്നും, പക്ഷേ റീസൺ ഏതാണ് പറയുന്നത്? ഈസ് ഫോൾസ്. റീസൺ ഈസ് ഫോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കാരണത്തിൽ പറയുന്ന അവരെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ഇല്ല. അപ്പോൾ അതാണ് കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ഓപ്ഷൻ എ കറക്റ്റ് ആൻസറേ. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഓപ്ഷൻ. ഒന്നാമത്തെ അസർഷൻ എ എന്താണ്? കാസ്റ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ റിച്വൽ ക്രൈറ്റേഷൻ. അതായത് നമ്മൾ ക്രൈറ്റീരിയൻ, അതായത് കാസ്റ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ റിച്വൽ ക്രൈറ്റീരിയൻ. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിലധിഷ്ഠിതമാണ്? റിച്വലായിട്ടുള്ള നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ അങ്ങനെയുള്ളതിൽ അധിഷ്ഠിതമാണെന്ന്. ക്ലാസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സെക്കുലർ ക്രൈറ്റീരിയൻ. ക്ലാസ് എന്ന് പറയുന്നത്, വർഗം എന്ന് പറയുന്നത് എന്തിലാണ്? നോട്ട് ബേസ്, എന്തിൽ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മതേതരത്വം എന്നുള്ളതിൽ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോറി. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? എ ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് എന്നുള്ളതാണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തേത് ഇതിൽ ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഓപ്ഷൻ. അസർഷൻ എ, പാറ്റേൺസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആർ ലൈക്ക് റിതംസ് ഓഫ് നാച്ചർ such as day and night which has a predetermined life circle. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് റാപ്പിഡ് ചേഞ്ചസ് ഓൺ എ ക്ലോസർ ലുക്ക് ആർ ഫൗണ്ട് ടു ബി എ റിപ്പീറ്റിംഗ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡു നോട്ട് ഫോം എ സൈക്ലിക് പാറ്റേൺ എന്നുള്ളതാണ്. അതായത് നമ്മൾ സാമൂഹിക മാറ്റങ്ങളുടെ രീതികൾ, പാറ്റേൺസ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് ആർ ലൈക്ക് റിതംസ് ഓഫ് നാച്ചർ സച്ച് ആസ് ഡേ ആൻഡ് നൈറ്റ്. രാത്രിയും പകലും എങ്ങനെയാണോ സംഭവിക്കുന്നത് അല്ലേ, നിശ്ചിത സൈക്ലിംഗ് ചക്രങ്ങളായിട്ട് സംഭവിക്കുന്നത് പോലെ നമ്മുടെ സാമൂഹിക മാറ്റങ്ങളുടെ രീതികൾ അതും ഭൂമിയിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് അവയ്ക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ജീവിത ചക്രമുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ റീസണിൽ പറയുന്നത് എന്താണ്? റാപ്പിഡ് ചേഞ്ചസ്, വേഗത്തിലുള്ള മാറ്റങ്ങളെ ഓൺ എ ക്ലോസർ ലുക്ക്
are found to be a repeating set of activities that do not form a cyclic pattern. അതായത് വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ അവ ആവർത്തിക്കുന്ന പ്രവൃത്തികളായിട്ടെങ്കിലും എന്താണ് ഒരു ചക്രവൃത്തമില്ലാത്ത രീതിയിലാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് അതിൽ നാലാമത്തേത്, ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. എ ഗേൾ ചൈൽഡ് ഹാസ് ടു സഫർ ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ ഇൻ അവർ സൊസൈറ്റി. ഒരു പെൺകുട്ടി ഗേൾ ചൈൽഡ് സഫർ ചെയ്യുന്നു, സഹിക്കേണ്ടി വരുന്നു. ഡിസ്ക്രിമിനേറ്ററി എന്ന് പറഞ്ഞാൽ വിവേചനപരമായിട്ടുള്ള ബിഹേവിയർ, പെരുമാറ്റം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരു പെൺകുട്ടി എന്ത് ചെയ്യേണ്ടി വരുന്നു? ഒരുപാട് വിവേചനപരമായിട്ടുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൽ റീസണായിട്ട് പറയുന്നത് ഗേൾസ് ആർ ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. അവരുടെ പെൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസപരമായ അവസരങ്ങളെപ്പോലും അടിച്ചമർത്തുന്നതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ നാലാമത്തേൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ബോത്ത് എ ആൻഡ് ആർ രണ്ടും ട്രൂ ആണ്. ഈ പറഞ്ഞത് രണ്ടും കറക്റ്റാണ്. ഓപ്ഷൻ സി. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്ക് പോവുകയാണ്. സെക്ഷൻ ബിയിൽ 26ാമത്തെ ക്വസ്റ്റ്യൻ. അത് എത്ര മാർക്കിനാണ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ 1 or 2 സെൻറ്റൻസ് എഴുതിയാൽ മതിയാവും. നോക്കിയേ, വാട്ട് ഡസ് എംപിരിക്കൽ മെത്തേഡ് റെഫർ ടു? എംപിരിക്കൽ മെത്തേഡ് അതായത് എന്താണ് എംപിരിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിരീക്ഷണം, അനുഭവം, പരീക്ഷണം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഡേറ്റകൾ ശേഖരിച്ച് വിവരങ്ങൾ ശേഖരിച്ച് സത്യങ്ങൾ പരിശോധിക്കുന്ന ശാസ്ത്രീയ രീതിക്കാണ് എംപിരിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ്? നിരീക്ഷണം, അനുഭവം, പരീക്ഷണം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിച്ച് സത്യങ്ങൾ പരിശോധിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള രീതി. അപ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ള തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നിഗമനങ്ങളിലെത്താൻ ശാസ്ത്രകാരന്മാരെ സഹായിക്കുന്നു. അതാണ് എംപിരിക്കൽ മെത്തേഡ്. നെക്സ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. കിബൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിൻ ദ ടേം കിബൂട്ട്സ്. കിബൂട്ട്സ് ആരാണ്? ഇസ്രായേലിലെ കൂട്ടായ അതായത് കൃഷി അധിഷ്ഠിത ഗ്രാമ സംഘടനയാണ് കിബൂട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ ആളുകൾ സ്വത്തും വരുമാനവും ഉത്തരവാദിത്തങ്ങളും ഒക്കെ പങ്കുവെച്ച് ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു ഗോത്ര വിഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ സഹകരണത്തിൻ്റെയും സമത്വത്തിൻ്റെയും കൂട്ടായ്മയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കഴിയുന്ന ഒരു ജനത, ഗ്രാമ ജനതയാണ് ഇസ്രായേലിലെ കിബൂട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അറിയാമല്ലോ, അത് സാമൂഹ്യ ശ്രേണീകരണം. 29ാമത്തേത്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റൂൾ കൺഫേമിങ് ഹാബിറ്റ്? അതായത് നമ്മളെ സമൂഹത്തിൽ ഒരു നിയമത്തിലധിഷ്ഠിതമായിട്ടുള്ള ജീവിതം അല്ലേ, അത് ഏറ്റവും അത്യാവശ്യമാണ്. അതൊക്കെ നിങ്ങൾ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്നതാണ്. നമ്മൾ നിയമത്തിനെ എന്തിനാണ് പേടിക്കുന്നത്, അല്ലെങ്കിൽ നിയമാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുന്നത് എന്തിനെന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും 2 മാർക്കിന്. അതൊന്നും ഇനി പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. 30, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി എവല്യൂഷണറി തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. 31ാമത്തേത്, വാട്ട് ആർ ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ്സ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ. ബി, വാട്ട് ആർ ദി വേരിയസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് അറ്റൻഡ് ചെയ്യാം, വാട്ട് ആർ ദി വേരിയസ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഞാനൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ് അവരുടെ പ്രോബ്ലംസൊക്കെ. നെക്സ്റ്റ് 32, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് സൊസൈറ്റി. എന്താണ് ഗണം അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം, സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റി എന്നറിയാം. പിന്നെ അവ തമ്മിലുള്ള വ്യത്യാസം 3 മാർക്കിന് ഒരു 3-4 സെൻറ്റൻസ് എഴുതുക. 33ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൈമറി ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സാണ്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്? പ്രാഥമിക ഗണത്തിൻ്റെ സവിശേഷതകൾ. 34ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാഥമിക ഗണം എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ ഏറ്റവും ക്ലോസ് റിലേഷനാണ് പ്രാഥമിക ഗണം അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ്. നമ്മളെ ഫാമിലി, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ വരുന്നവർ, അവരുമായിട്ടുള്ള മുഖാമുഖ ബന്ധം, അതാണ് നമ്മുടെ പ്രൈമറി ഗ്രൂപ്പിൽ വരുന്നത്. അവരുമായിട്ട് നമ്മൾ എപ്പോഴും എന്താണ്, നല്ല അടുപ്പത്തിലായിരിക്കും അല്ലേ. 34ാമത്തേത്, വാട്ട് വെയർ ദി 4 പ്രോപ്പർ ഫോംസ് ഓഫ് ട്രഡീഷണൽ ഹിന്ദു മാരേജ്.
അതായത് ഹിന്ദു മാരേജിലെ 4 രീതികൾ, ഫോംസ് ഓഫ് ട്രഡീഷണൽ ഹിന്ദു മാരേജ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഗിവൺ ബൈ കാൾ മാർക്സ് ആൻഡ് മാക്സ് വെബർ. 36ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് സോഷ്യലൈസേഷൻ ഇൻ ദി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിന് എത്രത്തോളം ഉപകാരപ്രദമാണെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്, അതിന് കാണാതെ പഠിക്കേണ്ട. അല്ലെങ്കിൽ ഏതെഴുതാം, ഓർ വാട്ട് ആർ ദി കൾച്ചറൽ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റത്തിൻ്റെ സാംസ്കാരിക ഘടകങ്ങൾ ഏതെല്ലാം. 37ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൈലൈറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. 38ാമത്തേത്, എക്സ്പ്ലെയിൻ ദി മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ സൊസൈറ്റീസ്, നാഗരിക ജീവിതം, നഗരത്തിലെ സൊസൈറ്റി സമൂഹ ജീവിതത്തിൻ്റെ സവിശേഷതകൾ. അല്ലെങ്കിൽ ഏതെഴുതാം, ഓർ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വർണ്ണ ആൻഡ് ജാതി, വർണ്ണ ജാതി ഇവയെക്കുറിച്ച് എഴുതാൻ. നെക്സ്റ്റാണ് നമ്മൾ 5 മാർക്കിൻ്റെ ഇതിലേക്ക് പോകുന്ന 5 മാർക്കിൻ്റെ സെക്ഷനിലേക്ക്. 39, എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി, എന്തെല്ലാം നമുക്ക് എഴുതാം. ഒരു ഫാമിലി എങ്ങനെ ആയിരിക്കണം, ഫാമിലിയിൽ തന്നെ ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, ജോയിൻറ്റ് ഫാമിലി അല്ലേ, കൂട്ടുകുടുംബമാണ്, കുടുംബമുണ്ട്, പിന്നെ ഒരു കുടുംബമാണ് ഒരു കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നത്, ഒത്തൊരുമ, അങ്ങനെ എന്തെല്ലാം നിങ്ങൾക്ക് 5 സെൻറ്റൻസ് 6-7 സെൻറ്റൻസ് എഴുതുക. 40ാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബൽ സൊസൈറ്റി, ഗോത്ര സമൂഹത്തിൻ്റെ സവിശേഷതകൾ, അതും നമുക്ക് എഴുതാൻ അറിയാം. അല്ലെങ്കിൽ നമുക്ക് ഏതെഴുതാം, വാട്ട് ആർ ദി മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്ട്രീറ്റ് ചിൽഡ്രൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ തെരുവിലെ കുട്ടികൾ, സ്ട്രീറ്റ് ചിൽഡ്രൻ അനുഭവിക്കുന്ന മേജർ പ്രോബ്ലംസ്, അതും നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂളിലേക്ക് പോകുന്നത്. അവിടെ ഏതാണ്, സ്റ്റാറ്റസ് ഓഫ് വിമൻ. നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂൾ ഓർത്ത് വെച്ചേക്കുക. സോഷ്യോളജിയിൽ ഓപ്ഷണൽ മൊഡ്യൂൾ 1 ആണ്. സ്റ്റാറ്റസ് ഓഫ് വിമൻ എന്നവിടെ ഹെഡിങ് തന്നിട്ടുണ്ട്. അത് നമ്മൾ അടുത്തതല്ല എടുക്കുന്നത്, ഇതാണ്. കുറേ വർഷങ്ങൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാം ഓർത്ത് വയ്ക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാറ്റസ് ഓഫ് വിമനിലുള്ള എല്ലാ വർഷങ്ങളും കാണാതെ പഠിച്ചു വയ്ക്കുക. 41, വെൻ വാസ് ദി വിഡോ റീമാരേജ് ആക്ട് പാസ്ഡ്, വിധവാ പുനർവിവാഹ ആക്ട് പാസ്സായ വർഷം. ഓപ്ഷൻ ബി 1856. 42ാമത്തെ ക്വസ്റ്റ്യൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വാസ് പ്രൊഹിബിറ്റഡ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് ആൺ പെൺ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷൻ എന്നുള്ളൊരു വിവേചനം കാണിക്കുക. അപ്പോൾ ആ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വാസ് പ്രൊഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക. പ്രൊഹിബിറ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന പ്രകാരം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത് വിച്ച് ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? A15 എന്നുള്ളതാണ്. അതായത് ആർട്ടിക്കിൾ 15, അതാണ് കറക്റ്റ് ആൻസർ. ആർട്ടിക്കിൾ 15 എന്നുള്ളതാണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് 15ാമത്തേത്. ആർട്ടിക്കിൾ 15 എന്നുള്ളതാണ്. 43, ഇൻ വിച്ച് ഇയർ വാസ് ദി ചൈൽഡ് മാരേജ് റെസ്ട്രിയൻറ്റ് ആക്ട് പാസ്ഡ്. ചൈൽഡ് മാരേജ് എന്ന് പറയുമ്പോൾ ശൈശവ വിവാഹം, റെസ്ട്രിയൻറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ ചൈൽഡ് മാരേജ്, അതായത് ശൈശവ വിവാഹ നിരോധന നിയമം പാസ്സായത്, അത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസ്സായത് എന്നാണ്. ഓപ്ഷൻ എ ആണ് 1929. അതിനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു. ഈ ചൈൽഡ് മാരേജ് റെസ്ട്രിയൻറ്റ് ആക്ടിനെ സർദ ആക്ട് എന്നുകൂടി അറിയപ്പെടുന്നത്, അവരുടെ പേരിൽ അറിയപ്പെടുന്നതാണ്. ആക്ട് കൊണ്ടുവന്ന ആൾ സർദ ആക്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചോദിക്കും, ഇൻ വിച്ച് ഇയർ വാസ് ദി സർദ ആക്ട് പാസ്ഡ് എന്ന് ചോദിച്ചാലും 1929 ചൈൽഡ് മാരേജ് റെസ്ട്രിയൻറ്റ് ആക്ടിന് പറയുന്ന മറ്റൊരു പേരാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, അത് പൂരിപ്പിക്കാനാണ്. ഡാഷ് ഈസ് എ കോൺസെപ്റ്റ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ എ സിറ്റുവേഷൻ ഇൻ വിച്ച് ബോത്ത് ദി ഫാദർ ആൻഡ് മദർ ടേക്ക് റെസ്പോൺസിബിലിറ്റി. എന്തിലാണ്, ഏത് സങ്കല്പത്തിലാണ് അല്ലെങ്കിൽ ഏതൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഒരു സിറ്റുവേഷൻ ഉള്ളത്? എന്താണ്, അച്ഛനും അമ്മയും ഒരേപോലെ ഉത്തരവാദിത്വത്തിൽ വരുന്നത് ഏത് കൺസെപ്റ്റിലാണെന്നാണ്. ഡാഷ് ഈസ് എ കൺസെപ്റ്റ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ എ സിറ്റുവേഷൻ ഇൻ വിച്ച് ബോത്ത് ദി ഫാദർ ആൻഡ് മദർ ടേക്ക് റെസ്പോൺസിബിലിറ്റി. അച്ഛനും അമ്മയും ഒരുപോലെ ഉത്തരവാദിത്വം എടുക്കുന്നത് എവിടെയാണ്? ജോയിൻറ്റ് പാരൻറ്റിങ് എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ സഹമാതാപിതൃത്വം എന്നും പറയാം. ഏത് സങ്കല്പത്തിലാണ് അച്ഛനും അമ്മയും ഒരുപോലെ മക്കളെ നോക്കുന്നത്? ജോയിൻറ്റ് പാരൻറ്റിങ്, ഷെയർഡ് പാരൻറ്റിങ്, SHARE, ഷെയർ ചെയ്യുക, RED, ഷെയർഡ് പാരൻറ്റിങ് എന്ന് പറയാം. ജോയിൻറ്റ് പാരൻറ്റിങ്, സഹമാതാപിതൃത്വം എന്നൊക്കെ പറയാം.
45-ാമത്തെ ക്വസ്റ്റ്യൻ, അതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. വയലൻസ് എയ്തർ ഇൻ ദി ഫോം ഓഫ് ഫിസിക്കൽ അബ്യൂസ് ഓർ മെൻ്റൽ ടോർച്ചർ കനോട്ട് ബി ടോളറേറ്റ് ഇൻ എ ഡാഷ്. വയലൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിക്രമം, അക്രമം, അതായത് ഫിസിക്കലി നമ്മുടെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നതോ ആയിട്ടുള്ളത്, അത് സഹിക്കാൻ കഴിയാത്തത് എവിടെയാണ്? വയലൻസ് എയ്തർ ഇൻ ദി ഫോം ഓഫ് ഫിസിക്കൽ അബ്യൂസ് ഓർ മെൻ്റൽ ടോർച്ചർ കനോട്ട് ബി ടോളറേറ്റ് ഇൻ എ, നമുക്ക് എവിടെയാണ് അതൊട്ടുമേ സഹിക്കാൻ കഴിയാത്തത്? ഫാമിലി, കുടുംബം, വേറെ എവിടെ ആയാലും നമ്മൾ അതിനൊരിതുണ്ട്, പക്ഷേ ഫാമിലിയിലാണ് ഒട്ടുമേ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാത്തത്. അവിടെ ഇൻ എ ഫാമിലി എന്നാണ്. 46, ഹൂ സ്റ്റാർട്ടഡ് ദി ഫസ്റ്റ് സ്കൂൾ ഓഫ് ദളിത് ഗേൾസ് ഇൻ മഹാരാഷ്ട്ര. ഈ സ്റ്റാറ്റസ് ഓഫ് വിമനിൽ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആ 2 ചാപ്റ്റർ ഫുള്ളായിട്ട് വായിക്കണം. വായിച്ചാൽ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും. ഹൂ സ്റ്റാർട്ടഡ് ദി ഫസ്റ്റ് സ്കൂൾ ഫോർ ദളിത് ഗേൾസ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ആരാണ് ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സ്കൂള് സ്റ്റാർട്ട് ചെയ്തത്? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഓപ്ഷൻ ബി, ജ്യോതിബ ഫുലെ. 47-ാമത്തെ ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫോൾസ്. ജൈനിസം ആൻഡ് ബുദ്ധിസം ടുക്ക് റൂട്ട്സ് അറൗണ്ട് 6th century BC. 6-ാം നൂറ്റാണ്ടിലാണ്, BC 6-ാം നൂറ്റാണ്ടിലാണ് ജൈനിസവും ബുദ്ധിസവും ഒക്കെ ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ വേരൂന്നുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത്. അത് ട്രൂ, കറക്റ്റ് ആൻസറാണ്. 48-ാമത്തേത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദി സ്റ്റാറ്റസ് ഓഫ് വിമൻ ഡ്യൂറിങ് ദി വേദിക് പീരീഡ്. അതായത് വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം അതിൽ? 2 ധർമ്മശാസ്ത്രാസ് ആൻഡ് ദെയർ കോഡ് ഓഫ് കണ്ടക്റ്റ്, അതെഴുതാം. 49-ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദി സ്റ്റാറ്റസ് ഓഫ് വിമൻ ഡ്യൂറിങ് ദി 3 മേജർ പീരിയഡ്സ്. അതായത് സ്ത്രീകളുടെ അവസ്ഥ ഡ്യൂറിങ് ദി 3 മേജർ പീരിയഡ്സിൽ, ഏർലി വേദിക്കിലും ലേറ്റർ വേദിക്കിലും അതുപോലെ തന്നെ ഏതിലും വേദിക് പീരീഡിലും, ഇത് 3 കാലഘട്ടത്തിലും എങ്ങനെയായിരുന്നു? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എളുപ്പം എനിക്ക് തോന്നുന്നു തൊട്ട് താഴത്തെ ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദി ജെൻഡർ ഇക്വാളിറ്റി. അത് എന്ത് വേണോ, നമുക്ക് എന്തോരം കാര്യങ്ങൾ എഴുതാം. ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച്, സ്ത്രീ ആൺ പെൺ സമത്വത്തെക്കുറിച്ച്. ഹൗ ക്യാൻ ഇറ്റ് ബി അച്ചീവ്ഡ് ഇൻ ദി ഫാമിലി. നമുക്കത് കുടുംബത്തിൽ തന്നെ എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ, നേടാം, അതിനുള്ള എക്സാമ്പിൾസൊക്കെ എഴുതാം. അതാണ് കുറച്ചുകൂടി നമുക്ക് എഴുതാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതാകുമ്പോൾ കുറച്ച് കൈ നിന്നിട്ടൊക്കെ എഴുതാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾ 2, അത് നമുക്ക് ആവശ്യമില്ല, നമ്മളതല്ല പഠിച്ചേക്കുന്നത്. അത് ആ 47, 48, 49 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നല്ല മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇനി ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക്